സാമൂഹ്യമായ ചില വിഷയങ്ങളിൽ ലാലിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം ലാൽ അത്രയും വലിയ ഒരു പവറാണ്. ലാൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങളിലും കൂടി കുറച്ച് സജീവമാകണം എന്ന് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുക. സിദ്ദിഖിൻ്റെ ഒരു ഉപദേശമല്ല, അല്ലെങ്കിൽ അഭ്യർത്ഥനയാണ്. അല്ല, ഞാൻ ഇപ്പം അതുകൊണ്ട് മനഃപൂർവ്വം അങ്ങനെ ചെയ്യാൻ എന്തായാലും അത് ശരി, അങ്ങനെ ഇങ്ങനൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ കാലമായിട്ട് എൻ്റെ ഒരു ബ്ലോഗ് എഴുതാറുണ്ട് അല്ലേ. അത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ദൈവത്തോടാണ്, അങ്ങനെ ദൈവത്തിനാണ് ചില കത്തുകൾ എഴുതി തുടങ്ങിയത്. അത് പിന്നെ എൻ്റെ ബ്ലോഗുകളായിട്ട് മാറി. അപ്പോൾ എനിക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയമുള്ള ഒരാളാണ്, ഒരു കക്ഷി രാഷ്ട്രീയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ എൻ്റെ സ്റ്റേറ്റിനോടും എൻ്റെ രാജ്യത്തോടും എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ് അല്ലേ. നമ്മൾ ഒരുപാട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ആദ്യം പറയുന്നത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നാടായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരുപാട് പേര് കേൾക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ പറയാം. ഞാനൊരു ആക്ടറാണ് അല്ലേ, ഞാനൊരു പെർഫോമറാണ്. കേരളം എന്ന് പറയുന്നത് ഒരുപാട് കലകളും ഭയങ്കര നാട് എല്ലാം അല്ലേ, കഥകൾ എന്ത് വേണേലും ഒരുപാട് അങ്ങനെയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരുപാട് മിനിസ്റ്റേഴ്സും ഒരു കഴിഞ്ഞ 10, 15, 20 വർഷമായിട്ട് വരുന്ന പല മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ പല ഒരുപാട് പേര് ട്രിവാൻഡ്രത്ത് ഒരു നല്ല പെർഫോമിംഗ് ആർട്സ് സെൻ്റർ ഉണ്ടോ? എവിടെയാണ് പോയിട്ടൊരു നല്ല ഒരു തിയേറ്റർ ഉണ്ടോ? അപ്പം ഇതൊക്കെ നമ്മളെ ആദ്യം ഇങ്ങനെ ചിന്തിക്കുക. എൻ്റെ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പെർഫോമർ വന്ന് പെർഫോം ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എൽ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്, ലാലെ ഞാൻ വായിക്കുന്നതൊന്നും കേൾക്കാറില്ല, പകുതി കാറ്റ് കൊണ്ടുപോകുമെന്ന് പറയാം. അങ്ങനെ ഒരു അക്വസ്റ്റിക് രീതിയിലുള്ള, അല്ലെങ്കിൽ ഇത് ആസ്വദിക്കുന്ന രീതിയിലുള്ള ഒരു തിയേറ്റർ അല്ലേ. ഞാനൊരു ഏറ്റവും ബാക്കിയുള്ള റോഡുകളെ പറ്റിയോ കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ആദ്യം ഞാൻ കഴിഞ്ഞ 35 വർഷമായിട്ട് നിൽക്കുന്ന മേഖലയിലൊരു കാര്യം, ഞാൻ എത്രയോ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു നിശാഗന്ധി ഓഡിറ്റ്, അതൊരു ഓപ്പൺ എയറാണ്. അല്ലെങ്കിൽ ടാഗോർ, അവിടെ എന്ത് കാണാനാണ്, എന്ത് കേൾക്കാനാണ്, എത്രയോ വർഷം മുമ്പ് ഉണ്ടാക്കിയത്. ലാലി പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു നിശബ്ദ ഭൂരിപക്ഷത്തിൻ്റെ മനസ്സിലുള്ളതാണ്. പലപ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഇവിടെ അജണ്ട സെറ്റ് ചെയ്യുന്നത്. ഞാൻ ലാലിനോട് വീണ്ടും ഉറപ്പിക്കുകയാണ്, ചെറിയൊരു ന്യൂനപക്ഷമാണ് ഇവിടെ അജണ്ട സെറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഞാൻ എൻ്റെ അടുത്ത് വളരെ എനിക്കൊരു സങ്കടകരമായ ഒരു കാര്യമാണ്. പക്ഷെ അതൊരു ഹൈ ബ്ലാക്ക് ഹ്യൂമറാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഹരി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ബാംഗ്ലൂർ സെറ്റിൽഡാണ്, ഗോവയിലായിരുന്നു. ഇവിടെ തേവര കോളേജിലാണ് അയാൾ പഠിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ലാൽ 35 വർഷം മുമ്പ് ഞാൻ പോകുന്ന സമയത്ത് എറണാകുളത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് അറിയാം. നമ്മൾ എനിക്കറിയില്ല, കൊതുകും ഈ റോഡും. 35 വർഷം കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും പറയുന്നു, എന്താണ് ഇവിടുത്തെ പ്രോബ്ലം? കൊതുകും റോഡും. അപ്പോൾ ഈ 35 വർഷത്തിൻ്റെ ഇടയിലും ഒരു കാര്യവും നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സങ്കടമാണ്. തീർച്ചയായിട്ടും ലാൽ, അത് ഇപ്പം നമുക്ക് ചെറിയ കാര്യങ്ങൾ തുടങ്ങാം, കൊതുകിൽ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ ഇത്രയും ഒരാൾ മാത്രം വിചാരിച്ചിട്ടോ ഒരാൾ മാത്രം എഴുതിയിട്ടോ കാര്യങ്ങളില്ല. ഇതൊരു ഏറ്റവും ഭയങ്കര ശുചിത്വമുള്ള, ഏറ്റവും നല്ല സാക്ഷരതയുള്ള എന്ന് പറയുന്ന ലാലിനെ പോലെ ആൾക്കാർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ അത് സൃഷ്ടിക്കുമെന്നാണ് സിദ്ദിഖിനെ പോലെ ആൾക്കാർ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ നാക്ക് പൊന്നാകട്ടെ. അതേസമയം തന്നെ അതിനൊരു മറുവശമുണ്ട്. ഒരുപക്ഷെ ലാലൊക്കെ ചില ആക്ഷേപങ്ങൾ ക്ഷണിച്ച് വരുത്തിയത് പോലെ ചില പരസ്യങ്ങളിലൊക്കെ പോയി തലയിടണോ എന്നുള്ളത്. സാർ, ഞാൻ ആം എ പെർഫോമർ അല്ലേ സാർ. ആക്ഷേപം ഉദാഹരണത്തിന് വൈകിട്ട് എന്താ പരിപാടി? സാർ, അതൊരു സറഗേറ്റഡ് ആഡാണ് അല്ലേ. വൈകിട്ട് എന്താ പരിപാടി? എൻ്റെ പരാതിയല്ല കേട്ടോ. അല്ല, പരാതിപ്പെട്ടാലും ഞാൻ ചോദിക്കുന്നത് പരാതിയല്ല. ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റിൽ ഏറ്റവും വളരെ ഭംഗിയായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. വൈകിട്ട് എന്താ പരിപാടി ചെയ്യുന്നത് എത്രയോ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്, എത്ര രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഇറ്റ്സ് കോൾഡ് സറഗേറ്റഡ് ആണല്ലേ. നമ്മൾ അതിനെക്കുറിച്ചോ പറയില്ല. അമിതാഭ് ബച്ചൻ ചെയ്തിട്ടുണ്ടാകാം, ഷാരൂഖ് ഖാൻ ചെയ്തിട്ടുണ്ടാകാം, ഇവിടുത്തെ ഏറ്റവും വലിയ ആക്ടർ. അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളതല്ല, ഞാൻ വളരെയധികം ആലോചിച്ചു. അവരുമായിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇറ്റ്സ് സറഗേറ്റഡ് ആഡ്. അത് ഏറ്റവും നല്ല ഹ്യൂമറിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഐ ആം എ പെർഫോമർ. ഞാൻ അതിലും മോശമായിട്ട് മദ്യപിക്കുന്ന രംഗങ്ങൾ സിനിമയിലുണ്ടായിട്ടുണ്ട്. മദ്യപിച്ച ആൾക്കാരെ കൊന്നില്ല ഒരു സിനിമയിലുണ്ട്. മദ്യപിച്ച ആൾക്കാരെ റേപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അല്ലേ, പല സിനിമകളിലും.
അത് ഒരു സിനിമയാണ്. ഐ എം എ പെർഫോമർ. ഞാൻ മാജിക്ക് ചെയ്തിട്ടുണ്ട്. ഐ എം എ പെർഫോമർ. ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്, ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. ഐ എം എ പെർഫോമർ. അപ്പോൾ ഐ ഹാവ് ഓൾ ദ റൈറ്റ്സ് ടു സേ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ എന്ന് എൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. ശരി, നിങ്ങൾക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് വി ഡിസൈഡ് ടു സ്റ്റോപ്പ് ദാറ്റ് അഡ്വർടൈസ്മെൻറ്റ്. പിന്നെ അത് ശരി, എന്നാൽ ശരി, വേണ്ട, നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര മലബാർ ഗോൾഡിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വർണ്ണത്തിൻ്റെ പരസ്യത്തിന് അഡ്വർടൈസിന് ഞാൻ നിന്നു. എന്താ കുഴപ്പം? നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വാങ്ങിച്ചാൽ അല്ല, കഴിഞ്ഞിട്ട് പറയാണ്. എത്രയോ കാര്യം. ഞാൻ അൺമാൻഡ് ആയിട്ടുള്ള പിന്നെ റെയിൽവേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എയ്ഡ്സിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരുണ്യ ലോട്ടറിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെയ്തതേ ഉള്ളൂ. കേരളത്തിൽ വിവാദങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ലാൽ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തിനും എപ്പോഴും വിവാദങ്ങൾ. പക്ഷേ ആ വിവാദങ്ങൾക്കിടയിലും ലാലിൻ്റെ അഭിനയ മിഴിവിലും മികവിലും യാതൊരു പോറലും ഏൽക്കാതെ ഇപ്പോഴുള്ള പഴയൊരു അടി, അമ്മമ്മയുടെ കാപ്പിക്ക് മാത്രമേ യാതൊരു മാറ്റവും ഇല്ല. ഈ സബരിയ, ഈ യാത്ര അനുസ്യൂതം തുടരട്ടെ, ഒരു പ്രവാഹമായി മുമ്പോട്ട് പോകട്ടെ. നന്ദി. നന്ദി. നമസ്കാരം. നമസ്കാരം. താങ്ക് യു.